ഹലോ ഗൈസ്, സിക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അവിടെ നിന്ന് ആലിസ് സ്പ്രിങ്സ് വരെ നന്നായിട്ട് വയറിളക്കത്തോടാണ് യാത്ര ചെയ്തത്. അത് ഫുഡിൻ്റെ ആയിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടാണോ എന്താ സംഭവം എന്നറിയില്ല. അവിടെ നിന്ന് ഞാൻ സിഡ്നി വന്നിട്ട് ഇന്നലെ ഞാൻ സിബിനും കൂടെ ഞങ്ങൾ പുറത്ത് ട്രാവലൊക്കെ ചെയ്തു. കടൽ തീരത്തുള്ള ആ ഒരു തണുത്ത വെള്ളമുള്ളൊരു കുളത്തിൽ പോയി കുളിച്ചത് നിങ്ങൾ കണ്ടതല്ലേ. പണ്ട് ഇതേപോലെ KLT യാത്രയിൽ ഡെറിയിൽ വെച്ച് ബുദാപെസ്റ്റിലെ കുളത്തിൽ പോയി ചാടിയിട്ട് അതുപോലത്തെ സംഭവമാണോ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ വെളുപ്പിന് ഒരു 4 മണി ആയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര തണുപ്പ്. ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് എനിക്കൊരു ഫീവറിഷ് സംഭവമുണ്ട്. എന്നിട്ട് ഞാൻ ഒരു പാരസിറ്റമോൾ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ട് ഞാനൊരു 10-12 മണിയായപ്പോഴാണ് എണീക്കുന്നത്. ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ ഒരു റെസ്റ്റ് ഡേ ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഈ നിരന്തരം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും ഇടയ്ക്ക് 1-2 ദിവസം റെസ്റ്റ് ഡേ വെക്കാറുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് കണ്ടിന്യൂസ് ട്രാവലായിരുന്നു. 1000 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. ഐ തിങ്ക് മൈ ബോഡി നീഡ് സം റെസ്റ്റ്. അപ്പം ബോഡി പറഞ്ഞാണെന്ന് തോന്നുന്നു, നിനക്ക് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഒരു 10-12 മണിയായപ്പോൾ എണീറ്റ് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഇന്ന് വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് എഴുതിയിരിക്കുകയായിരുന്നു. പിന്നെ വൈകിട്ട് എന്നിട്ടൊരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഞാൻ വീണ്ടും എനിക്ക് ചെറിയൊരു ഫീവറിഷ് കൈൻഡ് ഓഫ് തിങ് ഉണ്ടായിരുന്നു. ഞാനൊരു ഗുളിക കഴിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി 2 മണിക്കൂർ. വൈകിട്ട് 6 മണി ആയപ്പോഴത്തേക്കിനും ഐ ഫെൽ സോ സിക്ക്. നല്ല പനിയുണ്ട്. പനി എന്ന് പറഞ്ഞാൽ എനിക്ക് തെർമോമീറ്റർ ഒന്നുമില്ല എന്തെങ്കിലും നോക്കാനായിട്ട്. നല്ല ഫീവറുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ടിപ്പോൾ ഒരു പാരസിറ്റമോളും കൂടെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. ഇന്നലെ നമ്മൾ മീറ്റ് ചെയ്ത സിബിൻ ഡോക്ടറും കൂടിയാണ്. പക്ഷേ സിബിൻ GP അല്ല, സിബിൻ ഡോക്ടറാണ്. സിബിൻ എനിക്ക് മരുന്ന് റെക്കമെൻഡ് ചെയ്ത് തരാൻ പറ്റില്ല. പക്ഷേ സിബിൻ എനിക്ക് 1-2 മരുന്നുകളൊക്കെ അപ്പോൾ തന്നു. പിന്നെ എന്തെങ്കിലും ബേസിക് പാരസിറ്റമോളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഐ ഹാഡ് ദാറ്റ്. ഇനിയിപ്പോൾ കാരണം ഇവിടെ നമുക്ക് പെട്ടെന്ന് GPയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം അടുപ്പിച്ച്, അല്ല 2-3 ദിവസം പനി കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയിട്ടും കാര്യമുള്ളൂ. കാരണം എന്താ സംഭവം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വൈകിട്ട് 7:30 മണിയായി. ഞാനിപ്പം എനിക്ക് വിശക്കുന്നുണ്ടാകും, ഹംഗ്രി. പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് സിബിൻ എന്നെ വന്ന് പിക്ക് ചെയ്യാം, ഒന്ന് സിബിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. സോ സിബിൻ്റെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നാളെ രാവിലെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മെൽബണിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന്. അവിടെ നിന്ന് ടാസ്മാനിയ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അത് കഴിഞ്ഞ് ഫിജി പോകണം എന്നൊക്കെയുള്ളതായിരുന്നു പ്ലാൻസ്. എന്തായാലും ലക്കിലി ഞാനൊന്നും ബുക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാൻ നാളെ മെൽബണിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിന്നൊരു $100 ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. അത് റീഫണ്ടബിൾ ആയിരുന്നില്ല ഞാൻ എടുത്തത്. കാരണം നാളെ പോകുമെന്ന് തന്നെ വിചാരിച്ചാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ ഐ ലൂസ് ദാറ്റ് മണി, ബട്ട് ഹെൽത്ത് ഫസ്റ്റ്. അപ്പോൾ നമുക്കിപ്പോൾ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് വിൽ അപ്ഡേറ്റ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഞാനവിടെ പോയിട്ട് കുറച്ച് ചോറും കറിയും കഴിച്ചു. എന്നിട്ട് ഞാൻ ഈ കാണുന്ന ബെറ്റാഡൻ സോർ ത്രോട്ട് ഗാർഗിൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു തൊണ്ടയ്ക്ക് ഗാർഗിൾ ചെയ്യാനായിട്ട് നല്ലതാണ്. ഞാനിവിടെ താമസിക്കുന്ന ഒരു പഴഞ്ച ഹോട്ടലിലാണ്. ഇതിൽ താഴെ 4ാമത്തെ നിലയാണ്. ഫുള്ള് വുഡാണ്. ഗ്രൗണ്ട് പോലും മൊത്തം വുഡാണ്. കണ്ടില്ലേ? ബേസ്മെൻറ്റിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഫ്ലോർ ഇതൊക്കെ വുഡിൻ്റെ പരിപാടിയാണ്. നമ്മുടെ മച്ചൊക്കെ അല്ലേ പഴയ വീടിലും സ്കൂളിലൊക്കെ ഉള്ള പോലെ, അതേപോലത്തെ മച്ചാണ്. കണ്ടില്ലേ? തടിയാണ്ടോ ഉണ്ടോ? ഞാൻ താമസിക്കാൻ ബുക്ക് ചെയ്ത ഈ മുറി ഇത് ആക്ച്വലി ഭയങ്കര വലിയ മുറിയൊക്കെയാണ്. പക്ഷേ ദിസ് ഈസ് വെരി എന്താ പറയുക, എന്തോ ഒരു നെഗറ്റീവ് എനർജി എനിക്ക് എന്തോ പോലെയൊക്കെ ആവുന്നു. സോ ഈ റൂമിലും വെളിച്ചമില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഡിം ലൈറ്റ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്ത് ചെയ്യാനാണ്, വേറെ വഴിയില്ല. സോ എനിക്ക് ആകെ ഡിപ്രഷൻ അടിക്കുന്നതൊക്കെ തോന്നുന്നു. സോ ഞാൻ സിബിൻ താഴെ വന്നിട്ടുണ്ട്. സോ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്തെടുത്തു. സോ പോട്ടെ. എനിക്ക് ഇപ്പം ഗുളി കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 1-1.5-2 മണിക്കൂറായി. എനിക്ക് വീണ്ടും ഇങ്ങനെ ടെമ്പറേച്ചർ റൈസ് ആവുന്നുണ്ട് ചെറുതായിട്ട്. അങ്ങനെ ഇന്നലെ ബൈ പറഞ്ഞു പോയിട്ട് വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. വീണ്ടും കണ്ടുമുട്ടി. സിബിൻ എന്നെ വന്ന് പിക്ക് ചെയ്ത്. ഇപ്പോൾ രാത്രി 10 മണിയായി. സിബിൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ക്ഷീണിതനായി വരികയാണ്. അപ്പോൾ ഞാൻ സിബിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്താ പറയുക, വെൽക്കം. ഐ ആം സോറി അളിയ. മൈ പ്ലഷർ. സിബിന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മീനവിയൽ ഇഷ്ടമാണോ? മീനവിയൽ ഉണ്ടാക്കി തരാൻ തിരിക്കുകയായിരുന്നു. മെൽബൺ രാത്രി ഉച്ചയ്ക്ക് 12:30 പോകണ്ട എൻ്റെ വിമാനം. അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. ക്യാൻസൽ ചെയ്യുന്ന ടിക്കറ്റ് അല്ല എടുത്തത്. അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല, അത് ഇത് ചെയ്യാനും പറ്റില്ല, റീഷെഡ്യൂൾ ചെയ്യാനും പറ്റില്ല. റീഷെഡ്യൂൾ ചെയ്യാൻ നഷ്ടമാണ്. $300 കാണിക്കുന്നത് റീഷെഡ്യൂൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി വന്ന് എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ വൻ സെറ്റപ്പ്, വൻ അടിപൊളി വീടാണ് സംഭവം. ഇന്നലെ വന്ന് രാത്രി വന്ന് തണുത്ത് വിറച്ച് ഷിവറിങ് ആയിരുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വിറച്ചാണ് കിടന്നുറങ്ങിയത്. ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങി.
രാവിലെ എണീറ്റപ്പോഴത്തേക്കിനും കുറച്ച് ബെറ്റർ ഉണ്ട്, പക്ഷെ ഭയങ്കര ക്ഷീണമുണ്ട്, ബോഡി പെയിൻ, പിന്നെ അങ്ങനെ നല്ല ക്ഷീണമുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ ദോശമാവ് വാങ്ങിക്കാൻ പോവാം, ദോശ ഉണ്ടാക്കാനായിട്ട്. ഇവിടെയൊക്കെ കിട്ടുമല്ലേ? അങ്ങനെ മാവായിട്ട് കിട്ടും? മാവായിട്ട് കിട്ടുമോ? മാവായിട്ട് കിട്ടുമോ? ബാറ്ററായിട്ട് കിട്ടുമോ? ശരി. ഇന്ത്യൻ സ്റ്റോറിൽ പോണം. ചമ്മന്തി കിട്ടുമോ? ഇത് ഇന്ത്യൻ സ്റ്റോറിൽ പോണം. എന്തൊക്കെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതുണ്ടോ, മിനി മാർട്ട് ഗ്രോസറീസ്. ഇന്ത്യൻ, നേപ്പാളീസ്, ബംഗ്ലാദേശി, ശ്രീലങ്കൻ എല്ലാ സംഭവങ്ങളും കിട്ടുമെന്ന്. ഓ അടിപൊളി, കംപ്ലീറ്റ് ഇന്ത്യൻ സാധനങ്ങൾ കിട്ടും. ഇവിടെ പൊറോട്ട കിട്ടും, പൊറോട്ട ഫ്രോസൺ വാങ്ങിക്കാം നമുക്ക്. മുളക് പൊടി, അച്ചാറ്, എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. ബിരിയാണി മസാല, ഇത് മലബാർ പറാഠ, ആലു പറാഠ, എല്ലാ പറാഠകളും ഉണ്ട് ഗൈസ്. ഇവിടെ വേറൊരു കടയിൽ വന്നിട്ട് ചായ, ജിഞ്ചർ ടീ വാങ്ങിച്ച് കുടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ സാമ്പാറൊക്കെ വാങ്ങിച്ചു. ദോശ സാമ്പാർ ഉണ്ടാക്കാൻ പോയിരുന്നു ഞങ്ങൾ. ദോശ സാമ്പാർ, പൊറോട്ട, പിന്നെ ചട്നിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ റെഡി ടു ഈറ്റ് കിട്ടും. പിന്നെ പൊറോട്ടയ്ക്ക് കറി ഉണ്ടാക്കണ്ടേ? ഞാൻ ഉണ്ടാക്കാം, ചിക്കൻ കറി ഉണ്ടാക്കാം. കറി ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് റോ മെറ്റീരിയൽസ് ഉണ്ട്, ഉണ്ടാക്കാം. ഞങ്ങളിവിടെ ദോശ ഇട്ടോണ്ടിരിക്കുകയാണ്. ദോശ, ചമ്മന്തി, സാമ്പാർ. സിബിൻ ഇന്ന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് സിബിൻ ഇപ്പോൾ മീറ്റിംഗ് ഉണ്ട്. സിബിൻ ഇപ്പോൾ കഴിച്ചിട്ട് പോകും. കൊള്ളാല്ലേ? തട്ടിക്കൂട്ടിയാണെങ്കിലും നമ്മൾ ഒപ്പിച്ച് സാധനം. രാവിലെ ദോശയും സാമ്പാറും എല്ലാം കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി, റെസ്റ്റ് എടുത്തു. ഇപ്പോൾ തൊണ്ടവേദന നന്നായിട്ടുണ്ട്, പനി കുറവുണ്ട്. എന്തായാലും ഒരു 2-3 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വെളുത്തുള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇച്ചിരി ചിക്കൻ കറി ഉണ്ടാക്കണം. പിന്നെ ഫിഷ് ഇരിപ്പുണ്ട്. അപ്പം നമ്മളെ കോട്ടയം സ്റ്റൈലിൽ കുടംപുളി ഇട്ട കുറച്ച് മീൻകറി ഉണ്ടാക്കാൻ പ്ലാനുണ്ട്. പിന്നെ നാളത്തേക്ക് ചോറ്, പിന്നെ മീൻകറി, പിന്നെ ക്യാബേജ് തോരൻ, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സോ അതാണ് പരിപാടി. നോക്കട്ടെ. അങ്ങനെ ഡിന്നർ ടൈം. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി, യെസ്. പിന്നെ സിബിൻ പൊറോട്ട ഇട്ടു. സിബിൻ പൊറോട്ട അടിക്കാൻ ഭയങ്കര മെടുക്കനാണെന്ന് പറയുന്നത്. ക്രെഡിറ്റ് പൊറോട്ട ഇട്ട്. പൊറോട്ട നീ ഭയങ്കര മെടുക്കല്ലേ പൊറോട്ട ഇവിടെ? ഫിഷ് കറി ഉണ്ടാക്കിയതെന്നാ അറിയില്ല. നാളത്തേക്ക് വേണ്ടി ഇന്ന് ഫിഷ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അടി പിടിച്ചെന്നൊരു സംശയമുണ്ട്. ഞാൻ മുളക് പൊടി ഇട്ട സമയത്ത് ഞാൻ കാണിച്ചു തരാം. നാളത്തേക്ക് വേണ്ടി റെഡി ആക്കിയത്. പക്ഷേ ഇച്ചിരി കരിഞ്ഞു പോയതൊരു സംശയമുണ്ട്. ലുക്കൊക്കെ ഉണ്ട്. അത് ബാക്കി എങ്ങനെ ഉണ്ടാവുന്നത് നാളെ ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. മറ്റേ കുടംപുളിയൊക്കെ ഇട്ടുള്ള സെറ്റപ്പാണ്. ഫിഷ് കറി കുളമായി. അവൻ കുളമായി എന്ന് വിചാരിക്കുന്നു. അല്ല, അവൻ നാളെ കഴിക്കാൻ പാടില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇച്ചിരി കരിഞ്ഞ പോലെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇത് കൊള്ളാം, അടിപൊളിയാ. അടുത്ത ദിവസം രാവിലെ തുണിയെല്ലാം അലക്കിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിരിക്കുമായിരുന്നു. ഇതെന്താ സംഭവം എന്നറിയാമോ ഗൈസ്? നമുക്ക് ക്യാബേജ് തോരൻ ഞാൻ ഉണ്ടാക്കിയാണ്. ക്യാബേജ് തോരൻ, ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി. അടിപൊളിയല്ലേ? ഇന്ന് രാവിലെ ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഇത് ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി. സിബിൻ അവിടെ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്നറിയോ? പാചകം കഴിഞ്ഞിവിടെ ക്ലീൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്യണം. ഇത് മോര് കറി. ഇങ്ങോട്ട് മോര് കാച്ചത്. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച മീൻ കറിയാണ്. അതെന്താ അവസ്ഥ എന്നുള്ളത് ഇന്ന് കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറെന്ന് പറയുമ്പോഴത്തേക്കിനും വൈറ്റ് റൈസ് ആണ്. വൈറ്റ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രൈ ചെയ്യണം. അതും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ സ്വാദിഷ്ടമായ ലഞ്ച് റെഡിയാവും. ഇന്നത്തേക്ക് ഐ എം ആക്ച്വലി ഗെറ്റിംഗ് ബെറ്റർ. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടവേദന മാറിയിട്ടില്ല, കഫക്കെട്ടും ഉണ്ട്, പക്ഷെ പനിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ലിറ്ററലി ഇവിടെ വന്ന് രാത്രി ഫസ്റ്റ് ഡേ കിടന്നുറങ്ങിയപ്പോഴത്തേക്കിനും ഐ വാസ് ലൈക്ക് ഷിവറിങ്. എൻ്റെ അമ്മോ, ഞാൻ തന്നെ പേടിച്ചു പോയ അവസ്ഥയായിരുന്നു. ഷിവർ ചെയ്ത് എന്താ സംഭവിക്കുക, അത്ര പനിച്ച് വിറയ്ക്കുന്നത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും ഓവർകം ചെയ്തു. പ്രോപ്പറായിട്ട് ഗാർഗിൾ ചെയ്തുകൊണ്ടിരുന്നു, ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരുന്നു, റെസ്റ്റ് എടുത്തു. എവിടെ ഈ വീട്ടിൽ വന്നിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു സാധനം വാങ്ങിക്കാൻ പോയതല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. പ്രോപ്പർ റെസ്റ്റ് എടുത്തു. അതാണ് ചെയ്തത്. സോ ഐ ഹോപ്പ് ഐ ക്യാൻ മൂവ് ഔട്ട് ടുമോറോ. ലെറ്റ്സ് സീ. മീൻ മറക്കുന്ന പരിപാടിയാണ് ഇതിപ്പം. ചെമ്മീൻ മറക്കാനുള്ള പരിപാടിയാണ്. ആഹാ, ഗംഭീര പരിപാടിയാണല്ലോ. ശിവൻ എങ്ങനെയുണ്ട്?
ഗംഭീര സദ്യയാണ്. ഞാനിവിടെ തുടങ്ങിയില്ല, സിബിൻ തുടങ്ങി. എന്താ സെറ്റപ്പ് എല്ലാം നല്ലതെന്ന് പറഞ്ഞോടാ. ഫിഷ് കറി പൊളിഞ്ഞോടാ. ഒരു സ്പൂണൊക്കെ എടുത്താ കഴിക്കുന്ന പേടിച്ചിട്ടാ അല്ല. ഫിഷ് കറി പൊളിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയാണ് പ്ലാൻ ബി ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കുഴപ്പമില്ല. ഫിഷ് കറി ഫ്ലോപ്പായി പോയി. ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മേ ബി ആ ഫിഷിൻ്റെ ആയിരിക്കും, അറിയില്ല. പക്ഷെ എനിക്കിഷ്ടമായിട്ടോ. പക്ഷെ മറ്റേ കൊള്ളാം, മുതലുള്ള പ്രോൺസും അടിപൊളിയാണ്. ഏറ്റവും നല്ല ഏതാണെന്നറിയാമോ? ഉരുളക്കിഴങ്ങായിരിക്കും. ഹായ് ഗൈസ്, അങ്ങനെ കേസോ എല്ലാം ഭേദമായി ഇവിടെ നിന്ന് പോകാൻ പോവാണ്. ദിസ് വാസ് മൈ റൂം ഫോർ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. ഞാനിപ്പം ഓൾമോസ്റ്റ് കംഫർട്ടബിളായി. ചെറിയൊരു കഫക്കെട്ടുണ്ട്, അത് മാറിയിട്ടില്ല പൂർണ്ണമായിട്ട്, എന്നാലും മാം ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഗൈസ് അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തു അല്ലേ? 3 ദിവസത്തെ ആ ഒരു റിപ്പയർ വർക്കിന് ശേഷം നല്ല ഫുഡൊക്കെ കഴിച്ചിരുന്നോണ്ട് എന്തായാലും മേലനങ്ങാതെ നല്ല ഫുഡ് കഴിച്ച് അടിപൊളിയായിട്ട് കുറച്ച് ദിവസം ഇരുന്നതുകൊണ്ട് സുഖചികിത്സ ആയി. പിന്നെ ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആശുപത്രി പോലും പോകേണ്ടി വന്നില്ല അല്ലേ? അതാണ് ഡോക്ടറുടെ കൈപ്പുണ്യം. ഡോക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് ആശുപത്രി പോലും പോകേണ്ടി വന്നില്ല. ഡോക്ടർ രാവിലെ ഹോസ്പിറ്റലിൽ പോവാണ്, ഞാൻ രാവിലെ സിഡ്നിക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. 2 പേര് ഒരുമിച്ച് ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി സിഡ്നിക്ക് പോവും. എന്നിട്ട് സിഡ്നി പോയിട്ട് $1 ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടി ഡ്രൈവ് ചെയ്ത് നമ്മൾ മെൽബണിൽ പോകും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. കാരണം ലാസ്റ്റ് ടൈം നോക്കിയപ്പോഴത്തേക്കിനും ഇന്ന് പോകാനായിട്ട് ഫ്ലൈറ്റിന് $350-400 കാണിച്ചത്. അപ്പോൾ ട്രാൻസ്ഫർക്കാർ നോക്കിയപ്പോഴത്തേക്കിനും $1 മെൽബണിലേക്ക് വണ്ടി കിടക്കുന്നുണ്ട്. 3 ദിവസം കൊണ്ട് കൊടുത്താൽ മതി, 3 ദിവസം കൊണ്ട് എത്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആ ഒരു വണ്ടി ബുക്ക് ചെയ്തു. ഏത് വണ്ടിയൊന്നും അറിയത്തില്ല. അപ്പോൾ അത് സിഡ്നിയിൽ പോയി എടുക്കണം. അത് കഴിഞ്ഞിട്ട് യൂട്ടിലിറ്റി വണ്ടിയാണ്. അപ്പോൾ മിക്കവാറും മറ്റേ ഹൈലക്സ് പോലെ ഏതെങ്കിലും അങ്ങനത്തെ ഏതെങ്കിലും മസ്ത ആയിരിക്കും മിക്കവാറും. ഏതോ ഒരു വണ്ടിയാണ്, അതൊന്നും അറിയില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു പാർക്കിംഗ് ബിൽഡിംഗ് ആണ്. പാർക്കിംഗ് ബിൽഡിങ്ങിൻ്റെ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ട്രെയിനിൽ പോകുന്നവർക്ക് അത് ഫ്രീ ആണ്. അവിടെ വണ്ടി ഇട്ടതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും പല സ്ഥലത്തും പാർക്കിംഗ് അവൈലബിൾ ആയി കിട്ടില്ല. എയർപോർട്ടിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്, പിന്നെ ഭയങ്കര പൈസ അല്ലേ വാങ്ങിക്കുന്നത്. എത്ര റെയിൽവേ സ്റ്റേഷനുകളിൽ നമുക്ക് ആവശ്യത്തിന് പാർക്കിംഗ് അവൈലബിൾ ആണ്. ശരിക്കും ഡെയിലി കമ്മ്യൂട്ടിന് പോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വേണ്ടത് മെട്രോ സ്റ്റേഷനുകളിലാണ്. അപ്പം മെട്രോ ട്രെയിനിൽ പോകണമെങ്കിൽ മെട്രോയുടെ അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത് മെട്രോയിൽ കയറി പോകണം. നമ്മുടെ അവിടെയൊക്കെ മെട്രോയിൽ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് പാർക്കിംഗ് ആണ്. ഇപ്പോൾ കാറാണെങ്കിൽ ഒരു 10 കാർ ഇടാനുള്ള പാർക്കിംഗേ ഉണ്ടാവുള്ളൂ. ബൈക്ക് പാർക്കിംഗ് അത്യാവശ്യം കിട്ടും. ആ ഒരു പാർക്കിംഗ് അവൈലബിലിറ്റി കൂട്ടിയാൽ മാത്രമേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപഭോഗം ആളുകളുടെ കൂട്ടാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് പാർക്കിംഗ് ഫ്രീ ആക്കണം. അല്ലാതെ പാർക്കിങ്ങിന് അധികം പൈസയും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വണ്ടി പോകാനല്ലേ നോക്കുള്ളൂ. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് അഫോർഡബിൾ ആക്കുകയും വേണം, പാർക്കിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് റോഡിൽ തിരക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ സിഡ്നിയിൽ മെയിൻ സെൻട്രൽ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ പോലും തിരക്ക് കാര്യമായിട്ടുണ്ടാവില്ല. അതിപ്പോൾ പല മേജർ സിറ്റികളിലും നമുക്ക് അവിടുത്തെ മെയിൻ സെൻട്രൽ CBD ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് സിറ്റി സെൻറ്റർ ആണോ എന്ന് തന്നെ തോന്നിപ്പോകും. കാരണം വണ്ടി തിരക്ക് വളരെ കുറവായിരിക്കും. നമ്മൾ ട്രെയിനിൽ കയറി കേട്ടോ. ട്രെയിൻ കണ്ടോ? അതായത് നമ്മുടെ ലോക്കൽ ട്രെയിനില്ലേ, അതേപോലത്തെ ഇവരുടെ ലോക്കൽ ട്രെയിനാണ്. ഡബിൾ ഡെക്കർ ട്രെയിനാണ്. താഴെ മേളിലുള്ള ഡബിൾ ഡെക്കർ ട്രെയിൻ 2 നിലയിലായിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ. ഇതാണ് സെറ്റപ്പ്. ഉണ്ടോ? ഞാനെൻ്റെ പെട്ടി അപ്പുറത്തൊരു സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ലേക്ക് ഉണ്ടല്ലേ, ഇവിടെ ഒരു ലേക്ക് എന്ന് പറഞ്ഞാൽ കടൽ ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ലേക്കാണ്. അപ്പോൾ സിബിനെ, താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ ഫോർ ഫ്യൂ ഡേയ്സ്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എനിക്ക് സത്യം പറഞ്ഞാൽ 2 ദിവസത്തിന് ഭയങ്കര ലാവശ്യമായിരുന്നു. ഒരാഴ്ചക്കുള്ള ഫുഡ് അവിടെ ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട്. സദ്യയായിരുന്നു, സദ്യ ഗ്രാൻഡ്. ഞാൻ വെറുതെ ഇരിക്കരുത്, ഞാൻ ഫുഡ് ഉണ്ടാക്കി എന്തൊക്കെയോ കുറേ ഉണ്ടാക്കി. ചിലതൊക്കെ ഫ്ലോപ്പായി, ചിലതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എൻ്റെ മുമ്പ് എന്തോരം ബോട്ടുകൾ അവിടെ നോക്കി, ബോട്ടും യോട്ടും അതും ഇതൊക്കെ. അതിന് സൈഡിൽ കൂടെ റോഡ്, അതിന് സൈഡിൽ കൂടെ ട്രെയിൻ. ഇത് ഭയങ്കര സീനിക് ഡ്രൈവ് ഓട്ടോ. നമ്മൾ ആ ലേക്ക് ഇഷ്ടം പോലെ ദൂരമുണ്ട്, അതിന് സൈഡിൽ കൂടെ പോകുന്നത്. അപ്പോൾ ബൈ സിബിൻ ഇറങ്ങാൻ പോവാണെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും സീ യു അഗൈൻ. ഇനി സിബിന് പനി പിടിക്കില്ല എന്ന് വിചാരിക്കട്ടെ. ഞാൻ കാരണം അല്ല കുഴപ്പമില്ല, ഇവർ ഫുൾ ടൈം ഹോസ്പിറ്റലിലാണല്ലോ.
പ്രശ്നമുള്ള കാര്യമില്ല. യൂസ്ഡ് ആണ് ഇമ്മ്യൂണിറ്റി. പക്ഷേ ബ്രോ ടേക്ക് കെയർ. പിന്നെ എന്താ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുക. താങ്ക് യു. അപ്പം ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഇവിടെ ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേറെ ട്രെയിനിൽ കയറി എങ്ങോട്ടൊക്കെയോ പോകണം. എനിക്ക് സെൻട്രലിൽ ഇറങ്ങിയിട്ട് വേറെ ട്രെയിനിൽ കയറി എയർപോർട്ടിലേക്ക് പോകണം. അങ്ങനെ ഞാൻ ഈ ട്രെയിനിൽ ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് സിഡ്നി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭയങ്കര കംഫർട്ടബിൾ ട്രെയിനായിരുന്നു. ഇനി ഇവിടെ നിന്ന് നമുക്ക് വേറെ ഒരു ട്രെയിൻ പിടിച്ചിട്ട് വേണം നമുക്ക് എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട്. എയർപോർട്ടിനടുത്ത് നിന്നാണ് എൻ്റെ കാറ് റെൻറ്റിനെടുക്കുന്ന സ്ഥലം. ഇവരുടെ ട്രെയിനുകളൊക്കെ എന്താ പറയുക, ഇങ്ങനത്തെ സെറ്റപ്പുള്ള വലിയ ഹൈ സ്പീഡ് ട്രെയിനുകളൊന്നുമല്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു $100 $120 നമുക്ക് സിഡ്നിയിൽ നിന്ന് മെൽബൺ വരെ പോകാൻ പറ്റും. പക്ഷേ ഏകദേശം 14 മണിക്കൂർ യാത്രയുണ്ട്. അതായത് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ അത്ര സ്പീഡ് പോലും ഇല്ല ഇവിടുത്തെ ഹൈ സ്പീഡ് ട്രെയിനുകൾക്ക് എന്നുള്ളതാണ് പ്രശ്നം. പഴയ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇവരുടെ പല റെയിൽവേ റൂട്ടുകളും മറ്റേ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ചെയ്തതാണ്. ഇതൊരു ടെർമിനസ് സ്റ്റേഷനാണ്. അനൗൺസ്മെന്റ് ഒക്കെ കേട്ടില്ലേ? പഴയ ഒരു ക്ലോക്ക് കണ്ടോ നോക്കി ഇരിക്കുന്നത്. ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെന്റ് റെയിൽവേസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി സ്റ്റേഷൻ. അതായത് നമ്മുടെ മുംബൈ ഛത്രപതി ടെർമിനലില്ലേ, ഏകദേശം അതേപോലെയൊക്കെ ഇല്ലേ പലതും. ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സ്റ്റേഷനുകൾ പലതും എവിടെ പോയാലും ഏകദേശം ഒരേ പാറ്റേൺ ഒക്കെ ആയിരിക്കും. ഞാൻ ആക്ച്വലി ഇവിടെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് അകത്തൂടെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് പോകായിരുന്നു. പക്ഷെ ഞാനിവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി വീണ്ടും കയറണം, അത്രേ ഉള്ളൂ. ഒരു അപ്പൂപ്പ് നിൽക്കുന്നതാണോ? യെസ്, ഈക്വൽ ലവ് എന്ന് പറയുന്നത്. ഹായ്. അതിന് തൊട്ടടുത്ത് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ മെട്രോ സ്റ്റേഷനുണ്ട്. അണ്ടർഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു മെട്രോ സ്റ്റേഷൻ. അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എയർപോർട്ടിലേക്ക് മെട്രോ ട്രെയിൻ കിട്ടും. ആക്ച്വലി എയർപോർട്ട് വലിയ ദൂരമൊന്നുമില്ല, സിറ്റിക്കകത്ത് തന്നെയാണ് എയർപോർട്ട്. ഇത് ഇവരുടെ പുതിയ ട്രെയിനായിരുന്നു. ഇതിലാണ് നമ്മൾ വന്നത്, കണ്ടില്ലേ? ന്യൂ വേ ടു ട്രെയിൻ ഹാസ് അറൈവ്ഡ്. ഈ റെഡ് ട്രെയിൻ കണ്ടാ എന്താ സംഭവം? ബ്ലൂ മൗണ്ടൻ ലൈനോ എന്തൊക്കെയോ പുതിയ ട്രെയിനുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇവർക്ക് ഇപ്പോൾ ഇവിടെ ബുള്ളറ്റ് ട്രെയിനും ഫാസ്റ്റ് ട്രെയിനും ഒന്നുമില്ല. ഇവിടെ എല്ലാം അണ്ടർഗ്രൗണ്ട് അല്ല, ഇത് മുകളിൽ തന്നെയാണ്. 1-2 ലൈനുകൾ അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനൊക്കെ പോലല്ലേ കണ്ടിട്ട്, ഇതുപോലത്തെ ഏതോ ഒരു ട്രെയിനിലാണ് നമുക്കിനി പോകേണ്ടത്. ഇപ്പോൾ വരും. ഇവിടെ റോഡിലൂടെ ഓടുന്ന ട്രാമും ഉണ്ട്. ഇതേ പുറത്ത് കണ്ടില്ലേ, റോഡിലൂടെ ട്രാം പോകുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആണ് കേട്ടോ. അത് ഈസി ടു നാവിഗേറ്റ് ആണല്ല. Goes to Maguire Airport Station. First stop Queensway, then Airport International Airport. അവിടെ നിന്ന് 5 മിനിറ്റ് കൊണ്ട് ഞാനിവിടെ ഡൊമസ്റ്റിക് ടെർമിനൽ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങി. ഇനി നമുക്കിത് ഈ ബസ്സിൽ കയറിയിട്ട് ഒരു 2 സ്റ്റോപ്പ് പോകണം. കാരണം എൻ്റെ കാർ റെൻ്റൽ കമ്പനി എയർപോർട്ടിൻ്റെ ഔട്ട്സ്കേർട്സിലാണ്. ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയുള്ളൊരു സ്ഥലം. ഞാൻ ഈ ബസ്സിൽ വന്ന് ഇവിടെ ഇറങ്ങി. ഇതൊക്കെ എത്ര രൂപയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാർഡ് ടാപ്പ് ചെയ്ത് പോവാം. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ കാറ് കിട്ടുന്ന സ്ഥലം. ഏത് വണ്ടിയാണെന്നറിയില്ല, പക്ഷെ ഒരു യൂട്ടിലിറ്റി ട്രക്കാണെന്നറിയാം. അത് നല്ല വണ്ടി ഏതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഏതാ സംഭവം എന്നൊന്നും അറിയില്ല. നമുക്ക് ട്രാൻസ്ഫർ കാർ വരെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഏത് വണ്ടിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഏത് വണ്ടിയാണ്. അല്ലെങ്കിൽ ചില സമയത്ത് മാത്രമേ അവരങ്ങനെ എഴുതുള്ളൂ. ഞാൻ ഈ കാർമോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഓഫീസിലാണ് വന്നേക്കുന്നത്. ഇവരാണ് എനിക്ക് വണ്ടി ഓഫർ ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ കാർ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കാർ റെൻ്റ് കൊടുക്കുന്നതല്ല, നമ്മുടെ കാർ സബ്സ്ക്രിപ്ഷനാണ്. അതായത് വീക്ക്ലി മന്ത്ലി ഒക്കെ വണ്ടി സബ്സ്ക്രിപ്ഷന് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അവരാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതാണോ എൻ്റെ വണ്ടി എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് കേട്ടോ. യെസ് ഗൈസ്, ഇതാണ് എൻ്റെ വണ്ടി, ഇസുസു ഡിമാക്സ്. അടിപൊളി. ഇത് വിക്ടോറിയ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിട്ടിലും കളറല്ലേ, ഇസുസു ഡിമാക്സ്. ഞാൻ അധികം ഓടിക്കാത്തൊരു വണ്ടിയാണ്. ഞാൻ നാട്ടിൽ വെച്ച് 1-2 എന്തോ ടെസ്റ്റ് ഡ്രൈവ് എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഓടിച്ചിട്ടില്ല ഈ വണ്ടി. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയ വന്നിട്ട് ഏതൊക്കെ വണ്ടിയാണ് കിട്ടിയത് ഒന്ന് ആലോചിച്ച്. ഈ വണ്ടിക്ക് ഞാൻ ആകെ കൊടുത്തിരിക്കുന്നത് 4 ദിവസത്തേക്ക് ഇൻഷുറൻസ് 7,500 ഇന്ത്യൻ രൂപ. അതാണ് ഞാൻ ഈ വണ്ടിക്ക് ആകെ കൊടുത്തിരിക്കുന്ന ചാർജ്. എനിക്കിതിന് ഒരു ഫുൾ ടാങ്ക് ഡീസൽ ഫ്രീ കിട്ടും. ഞാൻ ഈ വണ്ടി റിട്ടേൺ ചെയ്യുമ്പം ഡീസൽ അടിക്കാതെ കൊടുത്താൽ മതി. അതെനിക്ക് ഭയങ്കര ലാഭമാണ്. എനിക്ക് ശരിക്കും ഒരു 1.5 ഫുൾ ടാങ്ക് കൊണ്ട് ഈ വണ്ടി എനിക്ക് മെൽബണിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടി അവർ വാഷ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ടയറിൻ്റെ എന്നോട് ചോദിക്കുക വാഷ് ചെയ്തിട്ട് ഞാൻ തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ആ ഗ്ലാസ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ആ സായി ഭാഗത്തിരുന്ന് എൻ്റെ വണ്ടിയുടെ ചില്ല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൊള്ളാട്ടോ വണ്ടി, ഇത് ലുക്കാട്ടോ. ഇത് 35,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് പുതിയ മോഡലാണെന്ന് തോന്നുന്നു.
പഴയ ഒരു വണ്ടിക്കൊരു പഴമയില്ല, നല്ല പുത്തൻ ലുക്കുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ റെൻ്റക്കാർ വണ്ടികളാകുമ്പോൾ പെട്ടെന്ന് കിലോമീറ്റർ ഓടി തീരുമല്ലോ. പുള്ളി എനിക്ക് ചില്ലൊക്കെ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ തുടച്ച് നടന്നു. പിന്നെ ഈ പറഞ്ഞാൽ ഇതിൽ വലിയ ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ അവർ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സമയം പോവും. എനിക്കിന്ന് അടുത്ത പരിപാടി നോക്കാനുള്ള ഞാൻ എൻ്റെ പെട്ടി പുറകെ വെച്ചു. പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ മറ്റേ ആ ഫോർഡ് റേഞ്ചറിനുള്ള പോലെ തന്നെ റിമോട്ട് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാവുന്നതും ലോക്ക് ചെയ്യാവുന്നതുമായിട്ടുള്ള ആ ഒരു കാർഗോ ഏരിയ കവറുണ്ട്. ഇത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് ഈ സാധനം. ഈ വണ്ടിക്ക് എനിക്ക് 0 access അല്ല, ഇതിന് 0 access ഇൻഷുറൻസ് ഇല്ല. പൈസ കൊടുത്താൽ ഇൻഷുറൻസ് കുറയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ വണ്ടി കണ്ടോ, ജെയ്ക്കു എന്നാണ് പേര്. ഇതൊരു ചൈനീസ് വണ്ടിയാണേ, കിടില വണ്ടിയല്ലേ. ഇതൊരു ഹൈബ്രിഡ് SUV ആണ്. നല്ല ലുക്കല്ലേ കാണാനായിട്ട്, നല്ല കിട്ടില്ല. ആ ഒരു ഡിസൈന് അതിൻ്റെ അലവേക്കുന്നത് എനിക്ക് എന്ത് ലുക്കാന്ന്. ലോകമെമ്പാടും ഇപ്പോൾ ചൈനീസ് കാറുകൾ ശരിക്കും നിരത്തുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി കോമഡി കേട്ടാ. കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നമ്മൾ ഇത്ര നാൾ റേഞ്ചർ ഓടിച്ചിട്ട് പെട്ടെന്ന് ഈ വണ്ടി എടുത്തപ്പോഴത്തേക്കിനും ഇതൊന്നും എന്താ പറയുക, രണ്ടും അടുപ്പിച്ച് 7 അയലത്ത് എത്തിക്കാൻ കൊള്ളുകയല്ല. അതാണ് സംഭവം, മനസ്സിലായില്ല. അങ്ങനെ കുറച്ച് പറയുന്നതല്ല, രണ്ടും 2 റേഞ്ചിലുള്ള വണ്ടികളാണ്. പക്ഷെ റേഞ്ചർ ഈസ് റേഞ്ചർ, ഇസുസു ഈസ് ഇസുസു. അതാണ് സംഭവം. നമുക്കത് കയറുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞാൻ ഇത്തവണ മറ്റേ ഈ സാധനം വാങ്ങിച്ചു. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഫോണൊക്കെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഹാൻഡി, നമുക്ക് വേറെ ആരുടെയും സഹായമില്ലാതെ നമുക്ക് എല്ലാ പരിപാടിയും നടക്കും. ഇതാണ് വണ്ടിയുടെ ഡാഷ്ബോർഡ്. ഇത് ആക്ച്വലി അവർ ഇന്റീരിയർ പോലും ക്ലീൻ ചെയ്തിട്ടില്ല, ഗ്ലാസ് മാത്രമാണ് ക്ലീൻ ചെയ്ത് തന്നത്. കാരണം അവർ കാറിനെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടതാണ് നമ്മൾ വരുമ്പോഴത്തേക്കിനും. അത് ഒന്നും ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ കാർ ആയതുകൊണ്ട് ഉമ്മാർ അങ്ങനെ ചെയ്യാനായിരിക്കും. റേഞ്ചറിൻ്റെ ഡിസ്പ്ലേ വലുതായിരുന്നെങ്കിൽ ഇതൊരു കുഞ്ഞ് ഡിസ്പ്ലേ ആണ്. പിന്നെ എന്താ പറയുക, ആൻഡ്രോയിഡ് സംഭവങ്ങളും ആപ്പിൾ കാർപ്ലേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ USB കുത്താനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഗിയർ ലിവർ, പിന്നെ ഇവിടെ ഒരു സാധനം, ഇത് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നേരത്തെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരുടെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. സ്റ്റിയറിംഗ് വീല്, 33,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിയുടെ സൗണ്ടേ ഒരു എന്തോ ബോട്ടിന്റെ സൗണ്ട് പോലെയൊക്കെ ഫീൽ ചെയ്തിരിക്കും. എന്തോ സംഭവം തരത്തില്ല. പിന്നെ ആ ട്രാൻസ്മിഷനൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു റേഞ്ചറിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് എത്തൂല. ഇനി ഞാനിത് പറയില്ല കേട്ടോ, ഇനി ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യില്ല. രണ്ട് റേഞ്ചിലുള്ള 2 പ്രൈസ് റേഞ്ചിലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇനി ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ കാൻബറ എന്ന് പറയുന്ന ഇവരുടെ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ്. ഇന്ന് ദൂരെ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കിടക്കുന്നതുണ്ടോ. ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് ശരിക്കും അറിയാട്ടോ. നമ്മള് ഗിയർ മാറുന്നത് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഗിയർ ഷിഫ്റ്റ് എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് എക്സ്പ്രസ് ഹൈവേ എന്തോ ഉണ്ട്, അതായത് ശരിക്കും ഇവിടുന്ന് സിഡ്നിയിൽ നിന്ന് മെൽബൺ പോകാനായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 750-800 കിലോമീറ്റർ ആ റേഞ്ചിലെങ്ങാണ്ടാണുള്ളത്. 8 to 10 അവേഴ്സ് ഡയറക്റ്റ് ഡ്രൈവിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സിഡ്നിയിൽ നിന്ന് മെൽബൺ എത്താൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്ന് കാൻബറ എന്ന് പറഞ്ഞ ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ് പോകുന്നത്. കാൻബറ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് സിഡ്നിയിൽ നിന്ന് ഇപ്പം 300 കിലോമീറ്റർ ഉണ്ട് കാൻബറയ്ക്ക്, 300 കിലോമീറ്റേഴ്സ്. അമ്പടോ ടണൽ M8 എന്ന് പറഞ്ഞ എന്തോ ഒരു ടണലിലേക്ക് നമ്മൾ കയറുമോ. എന്തോ ടണലായത്, ഷോ അടിപൊളി. ഈ സിഡ്നി നഗരത്തിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലെയുള്ള ടണലുകൾ കാണാൻ സാധിക്കും. കുറേ ടണൽസ് ഉണ്ട്. ഈ ടണലിനകത്ത് സ്പീഡ് ലിമിറ്റ് ഉണ്ട് 90. ഈ വണ്ടിയുടെ ക്രൂസ് കൺട്രോൾ അടിപൊളിയാട്ടോ. ശരിക്കും ഭയങ്കരമായിട്ട് അഡാപ്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിനും ഇറ്റ്സ് വെരി സ്മൂത്ത്. എന്താ പറയുക, കൊള്ളാം, സാധനം കൊള്ളാം. പിന്നെ ഈ പറഞ്ഞാൽ അവരൊന്ന് കഴുകി വൃത്തിയാക്കി തന്നായിരുന്നെങ്കിൽ ഒരു ഫ്രഷ് ഫീൽ കിട്ടിയേനെ. അപ്പോൾ ഞാൻ സിറ്റിയിൽ നിന്ന് ഇറങ്ങി, ആ ടണൽ ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ഉണ്ടായിരുന്നു. സിറ്റിയിൽ നിന്ന് ഇറങ്ങി ആ ടണൽ എന്ന് പറയുന്ന എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് സിറ്റിയുടെ അടിയിൽ കൂടെ സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ടണലാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞത്. ശരിക്കും നമ്മുടെ നാട്ടിലും അങ്ങനത്തെ കൺസെപ്റ്റുകൾ വരണം. സിറ്റികളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പ്രധാന സ്ഥലങ്ങളിൽ ടണലുകൾ പണിയണം. മറ്റേ ബൈപ്പാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റൊക്കെ പോയി. ബൈപ്പാസ് പണിത് കഴിഞ്ഞാൽ അത് സിറ്റിയായി മാറും. ടണലുകളും അങ്ങനെയുള്ള സംഭവങ്ങളും മേൽപ്പാലത്തെക്കാട്ടി കൂടുതൽ ടണലുകൾ പണിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ടണൽ പണിയാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അതാണ് ടണലിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് പല വികസിത രാജ്യങ്ങളിലെയും വികസിത നഗരങ്ങളിൽ നമുക്ക് ടണൽ സിസ്റ്റം കാണാൻ സാധിക്കും. ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 ലൈൻ ഹൈവേ ആണ് കയറിയിരിക്കുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് ആക്ച്വലി ദ ഹൈവേ ടു ഗോയിങ് ടു മെൽബൺ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈവേയിൽ 180 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോയിട്ട് നമ്മൾ ഡൈവേർഷൻ എടുത്തിട്ട് എങ്ങോട്ട് പോകും? കാൻബറ. ഇവിടുത്തെ ടോൾ പ്ലാസയാണ് ഈ കാണുന്നത്. ഈ കടന്നു പോയത് നമ്മുടെ ദുബായിലെ സാലിക്കൊക്കെ പോലെ തന്നെ ഇവിടുത്തെ ടോൾ പ്ലാസ. ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ടാണ് ഞാൻ ടോള് കാണുന്നത്.
ടോൾ എങ്ങനെ അടയ്ക്കണമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് ഏതൊരു വെബ്സൈറ്റിൽ കയറി നമ്മൾ തന്നെ അടയ്ക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്താ പരിപാടി എന്നുള്ളത്. സാലിക്ക് അടയ്ക്കുന്ന പോലെ തന്നെയുള്ള സിസ്റ്റമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് നല്ലൊരു സീനിക് ഹൈവേ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഔട്ട്സ്കേർട്സ് ആയപ്പോഴത്തേക്കിനും സ്പീഡ് ലിമിറ്റ് 110 ഇവിടുത്തെ ഈ സ്റ്റേറ്റിലെയും മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 110. പക്ഷെ നല്ല വണ്ടിത്തിരക്കുമുണ്ട്. എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലേ. ഒരു 3-4 ദിവസം കിടന്നു പോയിട്ട് ആ മുഖത്തെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ റോഡിൽ കൂടെ 110 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു പോകുന്നത് ഭയങ്കര മടുക്കുന്ന പരിപാടിയാണ്. നല്ല സ്മൂത്ത് റോഡ്, ബോറടിക്കും, നമുക്ക് ഉറക്കം വരും. അതാണ് ഇതിൻ്റെ പ്രശ്നം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലോചിച്ച് ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ആകെ ഒരു ഷോട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഞാൻ ആ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഒരു എക്സിറ്റ് എടുത്ത്. കാരണം എനിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറണം, എനിക്ക് വെച്ച് വെള്ളമൊക്കെ വാങ്ങണം, പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. അവിടെ നിന്ന് എക്സിറ്റ് എടുത്ത് ഒരു 2-3 കിലോമീറ്റർ വന്നപ്പോഴാണ് സർവീസസ് ഒന്നും ഇല്ല. സർവീസസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കണ്ട് ഞാൻ എക്സിറ്റ് എടുത്ത് വന്നപ്പോഴത്തേക്കിനും 15 കിലോമീറ്റർ പോകണം സർവീസസിന്. ഞാൻ പിന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ച് ഞാനിപ്പോൾ അതിൻ്റെ അടുത്തുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. ഏതൊരു ചെറിയൊരു വില്ലേജ് എന്തോ സ്ഥലമാണ്. ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഒന്ന്. എന്നാൽ പിന്നെ എന്നാ ഉള്ളത് നോക്കട്ടെ. ഇത് കണ്ടോ, ഇത് സ്പ്രിംഗ് വാട്ടർ എന്ന് പറഞ്ഞ 600 ml കുപ്പിയാണ്. ഇത്തരത്തിലുള്ള 12 കുപ്പിക്ക് $5 സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ. ഇതൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു കുപ്പിക്ക് $3-4 വാങ്ങിക്കും. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ്. ഞാനൊരു ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഇവരുടെ ചില്ലി ചിക്കൻ വിത്ത് ഫ്രൈഡ് റൈസ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ആണോ, എങ്ങനെയാണെന്ന് നോക്കണേ ഗൈസ്. ഇതാണ് ഇവരുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും. നോക്കൂ, ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില്ലി ചിക്കൻ പോലെ തന്നെ ഉണ്ട്. നോക്കിയാൽ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ചേക്കുന്നത്. അത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇതിന് $16. അതാണ് അതിൻ്റെ റേറ്റ്. കൊള്ളാല്ലേ. അതായത് ചിക്കൻ്റെ അത്രയും തന്നെ ക്വാണ്ടിറ്റി റൈസിൻ്റെ അത്രയും തന്നെ ക്വാണ്ടിറ്റി ചിക്കൻ. അതിൽ കൂടുതലൊന്നും വേണേൽ പറയാം. ഇത് മധുരമാണോ എരിവാണോ? ഇല്ല, എരിവ് മധുരമുണ്ട്, അങ്ങനെ സാധനം വെറൈറ്റി ഉണ്ട്. ഇത് ചൈനീസ് അല്ല, ഇത് ഓസ്ട്രേലിയക്കാർക്ക് ഉണ്ടാക്കുന്ന ചൈനീസാണ്. ഫ്രൈഡ് റൈസ് ഫുൾ കഴിച്ച് എൻ്റെ വയറ് നിറഞ്ഞ്. ആക്ച്വലി നല്ല ഫുഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, രുചി ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളിപ്പോൾ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ആളുകൾ എത്ര കൃത്യമായിട്ടാണ് ലൈൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ഓടിക്കുന്നതെന്ന് അറിയാമോ? അതായത് വലതുവശത്തെ ട്രാക്ക് കൃത്യമായിട്ട് ഓവർടേക്കിങ്ങിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതായത് എല്ലാവരും ഇവിടെ ഒരേ സ്പീഡിലായിരിക്കും വണ്ടി ഓടിക്കുക. ഇവിടെ 110-ലായിരിക്കും ട്രക്കും പോകുന്നത്, കാറും പോകുന്നത്. അല്ലാതെ 110 സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 120-ലും 130-ലും ആരും പോകത്തില്ല. 90-ലും പോവില്ല, 80-ലും പോവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഒരേ സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ ആർക്കും ഒരു ധൃതിയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ക്യാമറ ഉള്ളത് മാത്രമല്ല നമ്മൾ ചവിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനല്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും കൃത്യമായിട്ട് യാതൊരുവിധ തിരക്കും കൂട്ടാതെ വളരെ മാന്യമായിട്ട് വണ്ടി ഓടിച്ചു പോകും. അത് ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രമല്ല, പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഇപ്പോൾ റൈറ്റ് ട്രാക്ക്, വലതുവശത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ഓവർടേക്കിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ട്രാക്കാണ്. എല്ലാവരും അങ്ങനെയാണ്. സ്ലോ വെഹിക്കിൾസ് എപ്പോഴും ഇടതുവശം ചേർന്ന് മാത്രമേ പോവുള്ളൂ. ഇപ്പോൾ ഇടയ്ക്ക് ചില സ്ഥലത്ത് 3 ട്രാക്ക് വരും. അത് ഈ കയറ്റം വരുമ്പോഴാണ് അങ്ങനെ 3 ട്രാക്ക് വരുന്നത്. നല്ല കയറ്റം വരുമ്പോൾ അന്നേരം ട്രക്ക് എന്ത് ചെയ്യണം? ട്രക്ക് സ്ലോ ആവുമല്ലോ. ആ സ്ലോ ആവുന്ന ട്രക്ക് ലെഫ്റ്റിലേക്ക് മാറിപ്പോകണം. അതിനുവേണ്ടിയാണ് 3 ട്രാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ട്രക്കുകാർ അവിടെ, അല്ലെങ്കിൽ സ്ലോ മൂവിങ് വെഹിക്കിൾസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ലെഫ്റ്റിലേക്ക് മാറിപ്പോകും. നമ്മളിപ്പോൾ പോകുന്ന ഈ സിഡ്നി മെൽബൺ ഹൈവേയുടെ പേര് ഹ്യൂം ആൻഡ് ഫെഡറൽ ഹൈവേ എന്നാണ്. സിഡ്നി മുതൽ ക്യാൻബറ വരെയുള്ള ഒരു ഭാഗമുണ്ട്. 320 കിലോമീറ്റർ വരുന്ന ആ ഒരു ഭാഗത്തിന് റിമംബറൻസ് ഡ്രൈവ് വേ എന്നാണ് അവർ പറയുന്നത്. ഈ റിമംബറൻസ് ഡ്രൈവ് വേ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഓരോ മരങ്ങളും ഓരോ ചെടികളും ഓരോ റെസ്റ്റ് ഏരിയകളും ഓരോ സംഭവങ്ങളും ലിവിങ് മെമ്മോറിയൽ ആണ് എന്നാണ് ഇവരുടെ സങ്കല്പവും കാഴ്ചപ്പാടും. അങ്ങനെയാണ് അതിൻ്റെ സംഭവം. ലിവിങ് മെമ്മോറിയൽ ഓഫ് ദ പീപ്പിൾ ഹൂ ലോസ്റ്റ് ദെയർ ലൈഫ് ഇൻ വേൾഡ് വാർ 2. അതായത് വേൾഡ് വാർ 2-ൽ ഓസ്ട്രേലിയൻ ജനത ഒരു കൊല്ലപ്പെട്ട അല്ല മരണപ്പെട്ട വീരമൃത്യു വരിച്ച എന്നൊക്കെ പറയാവുന്ന അവരുടെ ഒരു ലിവിങ് മെമ്മോറിയൽ ആയിട്ടാണ് ശരിക്കും ഈ ഒരു സിഡ്നി ടു ക്യാൻബറ വരെയുള്ള റിമംബറൻസ് ഡ്രൈവ് ഇവരെ കണക്കാക്കുന്നത്. നമ്മളിപ്പോൾ ആ ഒരു ക്യാൻബറയ്ക്ക് പോകുന്ന ഹൈവേയിലേക്ക് കയറി. നമ്മൾ ഇത്രയും നേരം മറ്റേ മെൽബൺ ഹൈവേയിലായിരുന്നു.
മെൽബൺ ഹൈവേന്ന് ക്യാൻബറ ഹൈവേയിലേക്ക് കയറിയപ്പോഴത്തേക്കിനും അത് കംപ്ലീറ്റ് മാറി. ഇവിടുത്തെ ഭൂപ്രകൃതി എൻ്റയർലി മാറി. ഇത്ര നേരം വലിയ മരങ്ങളും കുന്നുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലങ്ങളായി, വാഗമണ് പോലത്തെ സ്ഥലങ്ങളൊക്കെ. ഈ ഓസ്ട്രേലിയയുടെ ഓരോ സ്ഥലവും ഓരോ സംസ്ഥാനങ്ങളും ഓരോ ഏരിയയും വ്യത്യസ്തമാണ്. എന്റെ മോനെ, ഇതൊരു കിടില സ്ഥലം. നോക്കിയേ, ഒരു വലിയൊരു ലേക്ക് കാണുന്നതാണ്ടാ. ഓ, വരുന്ന വഴിക്ക് ഒരു റെസ്റ്റ് ഏരിയ കണ്ട് ഞാൻ നിർത്തിയതാ. എന്റെ പൊന്നു, ഒരു രക്ഷയില്ലല്ലോ ഇത്. അതായത് ഈ റൂട്ട് അടിപൊളിയാട്ടോ. ഇത് ക്യാൻബറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഞാൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഇത്രയും ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും എന്ന് ഞാൻ കരുതിയല്ല. ദിസ് ഈസ് റിയലി നൈസ് മാൻ. ആ ലേക്കിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ദൈവമേ പൊളിച്ച്. ഞാൻ എന്തായാലും ഇവിടെ നിർത്തി ഡ്രോൺ നിർത്തി കാണിച്ചു തരാം, എന്നാലും എനിക്കത് മനസ്സിലാവുള്ളൂ. ഇത് ഒരു രക്ഷയില്ല കേട്ടോ, ഒരു കിട്ടില്ല ലേക്ക്. ലേക്ക് ജോർജ് എന്നാണ് ഈ ലേക്കിന്റെ പേര്. ആ ജോർജ് ലേക്കിന്റെ സൈഡിൽ കൂടെയാണ് ശരിക്കും ഈ റോഡ് പോകുന്നത്. ഈ റോഡിൽ എനിക്ക് ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാൻബറ എന്ന് പറയുന്ന ഇവരുടെ ഒരു തലസ്ഥാന നഗരത്തിലേക്ക് എത്തും. ആ ലേക്കിൽ ഇഷ്ടം പോലെ പക്ഷികളും പിന്നെ അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വിന്റർ അത്യാവശ്യം വരുന്നൊരു സ്ഥലമാണിത്. എക്സ്ട്രീം വിന്റർ ഒന്നും വരില്ല. അത്യാവശ്യം മെൽബണൊക്കെ അത്യാവശ്യം തണുപ്പ് ഒരു 1 ഡിഗ്രി 0 ഡിഗ്രി അങ്ങനെ ആ രീതിയിലൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. ഇതും ഇതേപോലെ അത്രയൊക്കെ തണുപ്പ് വരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. 2 മലകൾക്ക് നടുവിലായിട്ടാണ് ബേസിക്കലി ഈ ഇത്രയും വലിയ ഒരു ലേക്ക് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇറ്റ്സ് റിയലി ബിഗ് മാൻ, ഇറ്റ്സ് റിയലി ബിഗ് ലേക്ക്. ആ ലേക്ക് ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട്. ആ ലേക്ക് സൈഡിൽ കൂടെയുള്ള ആ റോഡും അടിപൊളിയാണ്. 4 വരി റോഡാണ്. ഒരു സൈഡിൽ മലയും ഒരു സൈഡിൽ ലേക്കും ഒക്കെ ആയിട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്ട്രീം സമ്മർ കഴിയാൻ നിൽക്കുന്ന ഒരവസരമാണ്. എക്സ്ട്രീം സമ്മർ സമയം തന്നെയാണ്. നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള സമ്മറിൽ ചെറിയ രീതിയിൽ കരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. ഇനിയിപ്പം പതുക്കെ വിന്ററിലേക്ക് ഇല പൊഴിയുന്ന സീസണൊക്കെ തുടങ്ങാനുള്ള സമയമൊക്കെ ആയി വരിക.